ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സീരിയസ് കിച്ചൻ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായി മിൽക്ക് ഹണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ രീതിയിൽ സോപ്പിൻ്റെ മോൾഡ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? പിന്നെ അതിന് ചേർക്കാനുള്ള സാധനങ്ങൾ പറഞ്ഞു തരാം. ഇത് പപ്പായി ബേസ് ആണെങ്കിലും പപ്പായി മിൽക്ക് ബേസ് ആണെങ്കിലും ഞാൻ കുറച്ചും കൂടി പപ്പായ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് അരിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പപ്പായ അരിപ്പയിലിട്ടിട്ട് ഒന്ന് ഉരച്ച് ഇതാക്കിയത്. അപ്പോൾ അതിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട് പൾപ്പ്. ഇനി അതിൽ ചേർക്കുന്നത് ഗ്ലിസറിന്, പിന്നെ എസൻഷ്യൽ ഓയിൽ, റോസിൻ്റെയാണ് ചേർക്കുന്നത്, പിന്നെ ഹണി ചേർക്കുന്നുണ്ട്, പിന്നെ ഞാൻ ചേർക്കുന്നത് വിറ്റാമിൻ ഇ ടാബ്ലറ്റ്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് വരാം. അപ്പോൾ ഈ സോപ്പ് ബേസിന് നല്ലൊരു മണമുണ്ട്. റോസിൻ്റെ ഇതും കൂടി അതിൽ ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പപ്പായി മിൽക്ക് സോപ്പ് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇത് സോപ്പ് ബേസ് എത്ര ഉണ്ട് നോക്കാം. 292 ഗ്രാം ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്, ഞാൻ പപ്പായ അധികം എടുക്കുന്നില്ല, നമ്മൾ സോപ്പ് കട്ടി കുറയുമല്ലോ, അതുകൊണ്ട് കുറച്ചേ എടുക്കുകയുള്ളൂ. അത് കാണിച്ച് തരാം കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കാം. പപ്പായൻ്റെ സോപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എടുക്കുന്നത് 1, 2 ടീസ്പൂൺ കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്ലിസറിൻ. നമ്മൾ സോപ്പ് ആക്കുന്ന മുന്നമേ ഇതെല്ലാം തയ്യാറാക്കി വെച്ചെങ്കിൽ നമുക്ക് പിന്നെ സോപ്പ് ആക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി ആക്കിയതും. 1 ടേബിൾ സ്പൂണ് ഹനി എടുത്തിട്ടുണ്ട്, അത് ഒഴിച്ച് കൊടുക്കാം. പിന്നെ എടുത്തിട്ടുണ്ട്, അത് ഒഴിച്ച് കൊടുക്കാം. ഇനി വിറ്റാമിൻ ഇ ടാബ്ലറ്റ് പൊട്ടിച്ചിട്ട് വെച്ച് കൊടുക്കാം. ഞാനൊരു 3 ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്, 3 എണ്ണം. അപ്പോൾ നമുക്ക് പൊട്ടിച്ച് വയ്ക്കാം. മൂന്ന് വിറ്റാമിൻ ഇ ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓയിൽ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതെല്ലാം മുറിച്ചിടട്ടെ. ചെറുങ്ങനെ മുറിച്ചിട്ടാൽ നമുക്ക് അലിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സോപ്പുകൾ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ നല്ല മണമുണ്ട് ഇതിന്. എന്ത് മണം, എന്താ മണമെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷെ നല്ല മണമുണ്ട്. എത്ര സോപ്പ് ആകുന്നില്ല ഒരു കാൽക്കുലേറ്റർ ഒന്നും എനിക്കില്ല കേട്ടോ. ആക്കി നോക്കാം നമുക്ക് എത്ര ആകുന്നു ബേസും കൊണ്ട്. 290 എത്രയോ ഉള്ളതിൻ്റെ സോപ്പിൻ്റെ മറന്നുപോയി. നല്ല രസമല്ലേ ഇങ്ങനെ കാണുമ്പോൾ? ഓക്കെ, എന്താ രസം, ചില്ല് പോലെ ഉണ്ട്. ഇതാ ഞാൻ സോപ്പിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കുറച്ച് എടുത്ത് വെച്ചിട്ടുള്ളൂ. കാരണം ഞാൻ ആദ്യം സോപ്പ് ഉണ്ടാക്കിയപ്പോൾ എല്ലാം കുറേ ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചു, ഓവറായിട്ട്. ബേസിനേക്കാൾ അധികം എടുത്തൊന്നും പറയാം, പക്ഷേ ബേസിനേക്കാൾ അധികം എടുത്തെങ്കിലും അതെല്ലാം അല്ലേ നല്ല സോഫ്റ്റായിട്ട് വന്നിന്, പെട്ടെന്ന് അലിഞ്ഞ് പോവുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഞാൻ സോപ്പിൻ്റെ ഈ കെമിക്കൽ വെക്കുന്നവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സോപ്പിൻ്റെ ഇതെല്ലാം. അപ്പോൾ അവർ പറഞ്ഞു അധികം എടുക്കാൻ പാടില്ല, എപ്പോഴും നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ അത്രേ തിക്നെസ് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ എടുക്കുന്നതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. 300 ഗ്രാമിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. അപ്പോൾ 1 കിലോന് 300 ഗ്രാം ആണോ എന്ന് അറിയില്ല. അവർ പറഞ്ഞു 300 ഗ്രാമിൽ അധികം എടുക്കരുത്. അതുകൊണ്ട് തന്നെ ഇത് ഈ സോപ്പ് ബേസിൽ തന്നെ പപ്പായും പിന്നെ മിൽക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ എക്സ്ട്രാ പപ്പായിൻ്റെത് പിന്നെ ഗ്ലിസറിനും തേനും വിറ്റാമിൻ ഇ ടാബ്ലറ്റ് ഇങ്ങനത്തെ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം നല്ല തന്നെ, നമ്മുടെ സ്കിന്നിന് നല്ല തന്നെ. നമ്മളാക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അധികം കെമിക്കലൊന്നും ഇല്ലാണ്ട് നല്ല സാധനം തന്നെ ഉപയോഗിക്കാമല്ലോ. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് കൊടുക്കുമ്പോഴായാലും ആർക്കായാലും നമ്മളൊരു കാര്യം നല്ല ഇതിലാക്കിയിട്ട് കൊടുക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷം, വാങ്ങി ഉപയോഗിക്കുന്നവർക്കും ഒരു സന്തോഷം അല്ലേ ഫ്രണ്ട്സ്? നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നന്നായി ചെയ്യണം. ഒരു സാധനം ആക്കിയിട്ട് മോശമായാൽ പിന്നെ നമ്മളത് കൊടുക്കരുത് ആരും. അപ്പോൾ ഞാൻ ഇതാക്കണ്ടില്ലേ, ഇത് ഇത്ര ഉണ്ട്. അപ്പോൾ നമുക്കത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. വെള്ളം വെച്ചിട്ടുണ്ട് ചൂടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ വെള്ളത്തിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കട്ടെ.
വെള്ളം തിളക്കണ്ടേ, ലോ ഫ്ലെയിമിൽ വെക്കാം. വെള്ളം തിളച്ചു, അപ്പോൾ ഞാനിത് എന്താക്കി ലോ ഫ്ലെയിമിൽ വെച്ചു. ഓക്കെ, നല്ല കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കളർ സോപ്പ് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അത് ഗ്ലാസ് പോലെ ഉണ്ടാവണം കേട്ടോ, മറ്റേ സോപ്പല്ല, നമ്മൾ കോൾഡ് പ്രോസസ്സിൽ ചെയ്യുന്ന സോപ്പല്ല, ഇത് കണ്ണാടി പോലെ ഉണ്ടാവണം കാണുമ്പോൾ. എന്താ മണം, നാവോളം വരുന്നുണ്ട് ആ മണത്തിൻ്റെ പേര്, പക്ഷെ കിട്ടുന്നില്ലല്ലോ. പിയേഴ്സിൻ്റെ ആണോ? അല്ല, പിയേഴ്സിനെ പോലെ തന്നെ സ്മെല്ല്, ചെറിയൊരു സ്മെല്ല്, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ വേറെ എന്തോ കൂടി മിക്സിലെ പോലത്തെ ഒരു സ്മെല്ല്. അല്ലേ, ഇത്ര മൾട്ടായി, ഇനി കുറച്ചും കൂടി ഉണ്ട് മൾട്ടാവട്ടെ. മൾട്ടാവട്ടെ, പാടെ കിട്ടുന്നുണ്ടല്ലോ, ചൂട് തട്ടുന്നില്ലേ. സോപ്പ് ബേസ് നല്ലോണം മെൽറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം അതിലേക്ക് നമ്മൾ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അല്ലേ, ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഞാനിതാ ചേർത്ത് കൊടുക്കാൻ പോവാണേ. എത്ര ടേബിൾ സ്പൂൺ ഉണ്ട് നോക്കട്ടെ. 1 2 3 4, ഏകദേശം 300ഓളം അടുത്ത് വരുന്ന 300 ഇല്ല, കുഴപ്പമില്ല, അത്ര അടുത്ത് വരുന്ന സോപ്പ് ബേസിൽ, പപ്പായൻ്റെ സോപ്പ് ബേസിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂണ് ഇൻഗ്രീഡിയൻസ് ആണ് എല്ലാം മിക്സ് ആക്കിയത്. ഹനി, പപ്പായൻ്റെ പൾപ്പ്, അതുപോലെ പിന്നെന്താ ഗ്ലിസറിൻ, വിറ്റാമിൻ ടാബ്ലറ്റ് എല്ലാം മിക്സ് ആക്കിയത് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. തീ ഓഫാക്കട്ടെ. ഇങ്ങനെ ഇറക്കിയിട്ടുണ്ടേ, അയ്യോ പേടിച്ചു പോയി. ഇനി റോസ് വാട്ടറിൻ്റെ എസൻസ് അല്ല, റോസിൻ്റെ എസൻസിയാണ് ഓയിൽ തന്നെ കുറച്ച് വെച്ച് കൊടുക്കാം. ഏതായാലും അതിൽ സ്മെല്ലില്ലത് കൊണ്ടേ ഇത്ര മതിയോ? മതി. ഒരു 3-4 തുള്ളി അത് ഒഴിച്ച് കൊടുത്തു. കയ്യോടെ അടച്ച് വെച്ചിട്ടില്ലെങ്കിൽ തട്ടി മറയും. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കട്ടെ. ഓട്ടൊക്കെ കാണുമോ? ഇത്ര എടുത്തിട്ടുണ്ട്. മൂന്ന്, നാല്, കുറച്ചിതിൽ വയ്ക്കാം, കുറച്ചതിൽ വയ്ക്കാം. ഇത് പിന്നെ കുറച്ചധികം നിറഞ്ഞിട്ടുണ്ടായി. ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കട്ടെ. ചെറിയ കുഞ്ഞ് സോപ്പാക്കാലോ, എങ്ങനെ ഉണ്ടാവും അറിയണ്ടേ. ഇതൊരു സാധനമാക്കി വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് വെച്ച് കൊടുക്കാം. സാധന ഇങ്ങനെ വെച്ച് കൊടുക്കാം. താഴെ മേലൊന്ന് നമ്മളെ സോപ്പ് ബേസെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കുഞ്ഞ് സോപ്പിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമുക്കിത് സെറ്റ് ആവട്ടെ, എന്നിട്ട് എത്ര ഉണ്ട് നോക്കാം, എത്ര ഗ്രാം ഉണ്ടെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്. എല്ലാവർക്കും താങ്ക് യു. സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം, കണ്ടില്ലേ, പപ്പായ സോപ്പാണ്. അപ്പോൾ ഡിസൈൻ വെച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, ഡിസൈൻ ഇവിടെ കുറച്ച് പതയുണ്ട്. അല്ല, എന്താ അയ്യോ, എൻ്റെ സോപ്പ് പോയി, പാളിപ്പോയി. ഡിസൈൻ വെച്ചതാണ്, പീസായി, ബാക്കി ഇതിൽ ഒട്ടിപ്പിടിച്ചു.
കഴിക്കാൻ ഓറഞ്ച് ഓറഞ്ച് അല്ല പപ്പായിന്റെ കളർ അതാ ചോപ്പ് ഇത് ചോപ്പിതാ കാണുന്ന സീന ചോപ്പിതാ